ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ 1ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കന്മാർക്ക് ഏതാണ് എക്സാം വരുന്നത്? ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലത്തെ ലൈവ് ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും മിസ് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ മക്കൾ നോക്കുക, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. കൂട്ടുകാരെല്ലാവരും റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് മിസ്സിന്റെ ക്ലാസ് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വെറും 89 രൂപയ്ക്ക് കൂട്ടുകാരെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അവ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെറും 89 രൂപയ്ക്ക് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിലോട്ട് വരുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ഡ്രോ എന്ന പ്രവർത്തനമാണ്. അതെന്താന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് നിങ്ങളുടെ മിസ് എന്തെയും കുറച്ച് നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു തരും, കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിനനുസരിച്ച് മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ചിത്രത്തിൽ കൂടുതൽ കാര്യങ്ങൾ വരയ്ക്കാനോ അല്ലെങ്കിൽ ലിസൺ ആൻഡ് കളർ ഇറ്റ് എന്നുള്ള രീതിയിലും വരാം. അതായത് അതിന് നിറം നൽകാനോ ഒക്കെ ആയിരിക്കും ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൂട്ടുകാർക്കും 5 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ നാളത്തെ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കളറ് നിർബന്ധമായിട്ടും കയ്യിലെടുക്കുക കേട്ടോ. പിന്നെ എല്ലാ കളേഴ്സും മക്കളുടെ കയ്യിൽ വേണം. കാര്യം നമുക്കൊരു ചിത്രം തന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നിറം നൽകാനായിട്ടുണ്ടായിരിക്കുക. നിങ്ങളുടെ മിസ് പറയുന്ന ആ ഒരു നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നിറം നൽകാനായിട്ടുണ്ടായിരിക്കുക. അപ്പൊ മക്കൾ എല്ലാ കളറും നിങ്ങളുടെ കയ്യിൽ കരുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് മിസ് അത്തരത്തിലൊരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊരു ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം തരും. ചിലപ്പോൾ അതിൽ വീടുകൾ ഉണ്ടായിരിക്കും, പൂക്കൾ ഉണ്ടായിരിക്കും, പൂമ്പാറ്റകൾ ഉണ്ടായിരിക്കും, മരങ്ങൾ ഉണ്ടായിരിക്കും, വലിയ മരങ്ങളും ചെറിയ മരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മക്കളെടുത്ത് എന്ത് ചെയ്യും, ഓരോരോ കാര്യങ്ങൾ പറയും. അതിനനുസരിച്ച് മക്കളെടുത്ത് എന്ത് ചെയ്യാൻ പറയും, അതിന് നിറം നൽകാനായിട്ട് പറയും. ഇപ്പൊ എന്ത് ചെയ്യണം, മക്കൾക്ക് എന്ത് ചെയ്യും, ചിത്രത്തില് ഒരു വലിയൊരു പൂമ്പാറ്റിനും ഒരുപോലത്തെ ചെറിയൊരു പൂമ്പാറ്റിനും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് വലിയ ബട്ടർഫ്ലൈക്ക് റെഡ് കളർ കൊടുക്കാനായിട്ട് പറയാണ്. അപ്പം നിങ്ങൾ വലിയ ബട്ടർഫ്ലൈക്ക് ഏത് നിറം നൽകണം മക്കളെ? റെഡ് കളർ നൽകണം. പിന്നെ പറയണം നമ്മുടെ ചെറിയ ബട്ടർഫ്ലൈക്ക്, സ്മാൾ ബട്ടർഫ്ലൈക്ക് യെല്ലോ കളർ കൊടുക്കാനായിട്ട് പറയണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, സ്മാൾ ബട്ടർഫ്ലൈ ഏതാണോ നോക്കിയിട്ട് അതിന് ഏത് കളർ കൊടുക്കണം? യെല്ലോ കളർ കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പറ്റില്ല. ബിഗ് ബട്ടർഫ്ലൈക്കാണ് റെഡ് കളർ എന്ന് പറഞ്ഞാൽ അതിന് തന്നെ റെഡ് കളർ കൊടുക്കണം. സ്മാൾ ബട്ടർഫ്ലൈക്ക് യെല്ലോ ആണ് പറഞ്ഞതെങ്കിൽ അതിന് യെല്ലോ കളർ തന്നെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ട്രീക്ക് ചിലപ്പം ഗ്രീൻ കളർ ചെയ്യാൻ പറയും. അപ്പൊ അത് ചെയ്യുക. ചിലപ്പോൾ അവിടെ ഒരു കൈറ്റിലെ ഒരു പട്ടത്തിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന് ബ്ലൂ കളർ കൊടുക്കാൻ പറയുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ബ്ലൂ കളർ കൊടുക്കണം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ കുറെ കളേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിലൊക്കെ നമ്മൾ റെഡും അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ പരിചയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ മക്കള് കുറച്ച് കളേഴ്സിന്റെ ഒരു 5 കളേഴ്സിന്റെ എങ്കിലും പേരുകൾ മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ റെഡ് എല്ലാ കൂട്ടുകാർക്കും അറിയായിരിക്കും, അതുപോലെ തന്നെ ബ്ലൂവും എല്ലാ കൂട്ടുകാർക്കും അറിയായിരിക്കും അല്ലെ. സ്പെല്ലിങ്ങും നമുക്ക് അറിയായിരിക്കല്ലോ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാത്തതുണ്ടെങ്കിൽ വേഗം പഠിച്ചോളാം. റെഡ് പഠിക്കുക, അതുപോലെ തന്നെ ബ്ലൂ പഠിക്കുക. പിന്നെ ഗ്രീൻ പഠിച്ചോളൂ. എന്താണ്? GREEN ആണ് ഗ്രീനില്. അതുപോലെ തന്നെ ഒന്ന് യെല്ലോ പഠിക്കുക. അപ്പൊ നമ്മൾ റെഡ് പഠിക്കുക, ബ്ലൂ പഠിക്കുക, ഗ്രീൻ പഠിക്കുക, യെല്ലോ പഠിക്കുക. പിന്നെ ബ്ലാക്കിന്റെ സ്പെല്ലിംഗ് മക്കളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കളേഴ്സിന്റെ പേരുകൾ അഥവാ സ്പെല്ലിംഗ് ഒക്കെ മക്കൾ അറിഞ്ഞിരിക്കില്ലേ? ആ കളർ പറഞ്ഞാൽ ഏതാണ് കളർ എന്നുള്ളത് മക്കൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കളർ സെലക്ട് ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ക്രയോൺസിന്റെ ബോക്സ് അങ്ങ് തുറന്നു വെക്കുക. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ ബ്രദർ ആരെങ്കിലും എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കളറിന്റെ പേര് പറയും. മക്കൾ എന്ത് ചെയ്യുക, ആ കളർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. മക്കൾ എല്ലാവരും ചെയ്യലോ. റെഡ് പറയുമ്പോൾ റെഡ് കളർ കാണിച്ചു കൊടുക്കുക, യെല്ലോ പറയുമ്പോൾ യെല്ലോ കാണിച്ചു കൊടുക്കുക, ബ്ലൂ പറയുമ്പോൾ ബ്ലൂ കാണിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ മക്കൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത്തരത്തില് നമുക്ക് ലിസൺ ആൻഡ് ഡ്രോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരും. അപ്പൊ മിസ് പറഞ്ഞ
പറഞ്ഞത് ഇപ്പൊ എന്താണ്, നിങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് കളർ ചെയ്യാനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് ചിത്രത്തിൽ കാര്യങ്ങൾ വരയ്ക്കാനായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ട് എന്നിട്ട് നിങ്ങളോട് പറയാം ഡ്രോ എ സൺ ഇൻ ദി സ്കൈ, അല്ലേ, ആകാശത്ത് ഒരു സണ്ണിനെ വരയ്ക്കാൻ. അപ്പൊ മക്കൾ വരയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ബിഗ് ട്രീ വരയ്ക്കാൻ പറയും, അപ്പൊ മക്കൾ വരയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ഫ്ലവർ വരയ്ക്കാൻ പറയും, അപ്പം വരയ്ക്കേണ്ടി വരും. അതിന് കളർ ചെയ്യാൻ പറയും. അപ്പൊ മിസ് പറയുന്ന നിർദ്ദേശങ്ങൾ നന്നായിട്ട് കേട്ടിരുന്ന് അതുപോലെ മക്കൾ നിറം നൽകുകയും വരയ്ക്കുകയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. ഓക്കെ മക്കളെ, അതാണ് ലിസൺ ആൻഡ് ഡ്രോ എന്നുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആനിമൽസും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സും. നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് നമ്മൾ പറയുന്നതാണ്, അല്ലെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ലൈവ് ക്ലാസ്സിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആനിമൽസും അവരുടെ സൗണ്ട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ? റൂസ്റ്ററിന്റെ ഏതാണ് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞു. നിങ്ങൾ അമ്മമാർക്ക് പറഞ്ഞു കൊടുത്താൽ, നമ്മൾ കുഞ്ഞു മക്കളാണ് അല്ലേ, അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്തിടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടൈപ്പ് ചെയ്തിടാൻ പ്രയാസമുള്ള കൂട്ടുകാർ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കുക. റൂസ്റ്ററിന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ മക്കളെ, എല്ലാവരും പറഞ്ഞു കൊടുത്തേ. ഏതാണ്? യെസ്, കോക്കെ ഡൂഡിൽ ഡു എന്നതാണ് അല്ലെ. അടുത്തത് ഫ്രോഗിന്റെ ഏതാണ്? ക്രോക്ക് കോക്ക് എന്നതാണ് ഫ്രോഗിൻ്റെത്. ദെൻ നമ്മുടെ ഡോഗിൻ്റെത് ഏതാണ്? ബൗ വൗ എന്നതാണ് അല്ലെ. അതൊന്നും മിസ്സിന് എഴുതുന്നില്ല കേട്ടോ. നമ്മുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്ത കൂട്ടുകാർക്കാണെങ്കിൽ ഇന്ന് ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അല്ലെ. മക്കൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സ്പെല്ലിംഗ് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മുടെ ക്യാറ്റ് അതുപോലെ തന്നെ ഡോഗിന്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ആനിമൽസിന്റെ ഒക്കെ എന്ത് ചെയ്യാം, മക്കൾക്ക് പേര് പഠിക്കാൻ പറ്റുന്നതിനെ മാക്സിമം മക്കൾ എഴുതി പഠിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ, കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരും. അപ്പൊ മക്കൾക്ക് എന്തായാലും സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഡോഗിൻ്റെത് പഠിച്ചോളൂ, ബൗ വൗ എന്നത് പഠിക്കുക. ക്യാറ്റിൻ്റെത് ഏതാണ്? മിയാവ് ആണല്ലേ. അത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞ എന്താണ്? കൊക്കെ ഡൂഡിൽ ഡു. പിന്നെ ഫ്രോഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ക്രോക്ക് കോക്ക് എന്നതാണ് അല്ലെ. അതുപോലെ തന്നെ ഹണി ബീഡ് നമ്മൾ പറഞ്ഞു അല്ലെ. ബീഡ് എന്താണ്? ബെസ്ഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതൊക്കെ മക്കൾ ഓർത്തിരിക്കുക. ആനിമൽസിനെയും അതുപോലെ തന്നെ അവരുടെ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് ചിലപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാനായിരിക്കും വരിക. അതായത് ആനിമൽസിന്റെ ചിത്രം തന്ന് അവരുടെ സൗണ്ട്സും തന്നിട്ട് അത് മാച്ച് ചെയ്യാനായിട്ട് പറയും. ആ രീതിയിൽ ചോദ്യം വരാം. ചിലപ്പോൾ മക്കൾക്ക് ആഡ് മോർ ലൈൻസ്, അത് നമ്മൾ പറയുന്നുണ്ട്. ആഡ് മോർ ലൈൻസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടുത്തി, അതായത് വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളൊരു ചോദ്യം തന്നിട്ട് അതിൽ ചിലപ്പോൾ ആനിമൽസിന്റെ സൗണ്ട് ആയിട്ട് വരും. അതായത് ഓരോ ആനിമലും അതിനെ കുറിച്ചിട്ട് പറയാണ്. ഇപ്പൊ ഡോഗ് പറയാം. ഡോഗിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 4 വരി തന്നിട്ടുണ്ട്. അതായത് ഐ ആം എ ഡോഗ്, ഐ ആം ഇൻ ബ്ലാക്ക് കളർ. അതുപോലെ തന്നെ പറയാം ഐ സേ ബൗ വൗ എന്ന് പറയാണ്. അതുപോലെ ക്യാറ്റിനെ കുറിച്ച് 4 വരി മക്കളെടുത്ത് എഴുതാനായിട്ട് പറയാം. അപ്പൊ എന്ത് പറയാം? ഐ ആം എ ക്യാറ്റ്. ക്യാറ്റിന് മക്കൾ ഏത് കളറാണോ കൊടുക്കുന്നത് ആ കളർ കൊടുക്കുക. എന്നിട്ട് എന്ത് പറയാം? ഐ സേ മ്യാവ് മ്യാവ് എന്നുള്ളത് മക്കൾക്ക് പറയാം അല്ലെ. അപ്പൊ അതേ രീതിയിൽ ചിലപ്പം ആഡ് മോർ ലൈൻ എന്നുള്ള രീതിയിൽ മക്കൾക്ക് ചോദിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ ആനിമൽസിന്റെ സൗണ്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കില്ല. അപ്പൊ മിസ് പറഞ്ഞിട്ടുള്ള ആനിമൽസിന്റെ നമ്മൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുന്ന ആനിമൽസ് സൗണ്ട് മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ആനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ പേരുകൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലൈവ് ക്ലാസ്സിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ആനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ പേരുകളോ അല്ലെങ്കിൽ പിക്ചേഴ്സോ തരികയാണെങ്കിൽ ഏതൊക്കെയാണ് ആനിമൽ, ഏതൊക്കെയാണ് ബേർഡ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആനിമൽസിന്റെ പേരൊക്കെ പറഞ്ഞ്. യെസ്, ക്യാറ്റ്, അതുപോലെ തന്നെ ഡോഗ്, റാബിറ്റ്, സീബ്ര, എലിഫന്റ്, മങ്കി, ഇതൊക്കെ എന്താണ് മക്കളെ? ആനിമൽസ് ആണ് അല്ലെ, മൃഗങ്ങളാണ്. ഇനി കുറച്ച് ബേർഡ്സിന്റെ പേര് പറഞ്ഞേ. യെസ്, നമ്മുടെ പാരറ്റ്. കൂട്ടുകാർക്ക് ഒന്നും മറക്കാൻ പറ്റാത്ത ആളാണ് നമ്മുടെ പാരറ്റ്. നമ്മുടെ ജില്ലും ഡില്ലും റില്ലും ഒക്കെ അല്ലെ. അപ്പൊ നമ്മുടെ പാരറ്റ്, പിന്നെ ഏതാണ്? ഈഗിൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡക്ക് ഉണ്ട്, ക്രോയ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ബേർഡ്സ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുന്ന ബേർഡ്സിന്റെ പേരുകളും മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. പറ്റുന്നതും കൂട്ടുകാരെന്ത് ചെയ്യുക, സ്പെല്ലിംഗ് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ഒരുപാട് ആനിമൽസിന്റെ ബേർഡ്സിന്റെ ഒക്കെ സ്പെല്ലിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. നമുക്ക് സംശയമുള്ളതിന് എന്ത് ചെയ്യുക, ഒന്നുകൂടി നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അതാണ് ആനിമൽസിനെയും ബേർഡ്സിനെയും കുറിച്ച് പഠിക്കാട്ടോ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആനിമൽസും അതുപോലെ തന്നെ അവരുടെ ഷെൽട്ടർ എന്ന് പറയുന്നത്, അതായത് അവർ താമസിക്കുന്ന വീടിന്റെയോ കൂടിന്റെയോ സ്ഥലത്തിന്റെ പേരുകള് നമുക്ക് ചോദിക്കും. ഓക്കെ മക്കളെ, അതിൽ നമ്മൾ ഡോഗിന്റെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡോഗിന്റെ കൂടിന് നമ്മൾ എന്താണ് പറയാ മക്കളെ? യെസ്, കെന്നൽ എന്നാണ് പറയാ അല്ലെ. കെന്നൽ, KENNL, കെന്നൽ എന്നാണ് നമ്മുടെ ഡോഗിന്റെ കൂടിനെ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡോഗിന്റെത് കെന്നലാണ്.
ഇനി മങ്കിയുടെ ഷെൽട്ടർ എന്താണ് മക്കളെ? മങ്കി എവിടെയാണ്? മങ്കിയുടെ നമുക്ക് ട്രീ എഴുതാം അല്ലെ. ഇനി ഹണി ബീന്റെത് ഏതാണ് മക്കളെ? ഹണി ബീ. ഹണി ബീന്റെ മിസ് പറയില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിന്റെ പേര് തന്നെയാണ് ഹണി ബീൻ്റെത്. നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് പറയുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സ് പറയാം കേട്ടോ. അപ്പൊ ഡോഗിന്റെത് അറിഞ്ഞിരിക്കണം, മങ്കിയുടേത് അറിഞ്ഞിരിക്കണം, ഹണി ബീയുടേത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റാറ്റ് അല്ലെ, അഥവാ നമ്മുടെ മൗസ് എന്താണ് മക്കളെ? അത് എവിടെയാണ് ഉണ്ടാവുക? മാളത്തിലാണ് ഉണ്ടാവുക അല്ലെ. അതിനെന്താ നമ്മൾ പറയാ? ഹോൾ എന്നാണ് പറയാ അല്ലെ. HOLE ഹോൾ എന്ന് നമ്മൾ പറയില്ലേ? HOLE മാളത്തിലാണ് ആരുണ്ടാവുക? നമ്മുടെ മൗസ് ഉണ്ടായിരിക്കുക. അപ്പൊ അതറിഞ്ഞിരിക്കണം. ഓക്കെ മക്കളെ. പിന്നെ അതുപോലെ നമ്മുടെ ക്രോ അല്ലെ, നമ്മുടെ കാക്ക എവിടെയാണ് മക്കളെ? കാക്ക എന്തിലാണ് താമസിക്കുക? നെസ്റ്റിലാണ് താമസിക്കുക അല്ലെ. എവിടെയാണ് താമസിക്കുക? നെസ്റ്റ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കൂടിനെയാണ് നെസ്റ്റ് എന്ന് പറയാ അല്ലെ. കൂടിനെയാണ് നമ്മള് നെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഡോഗ് പഠിക്കുക, അതുപോലെ തന്നെ മങ്കി പഠിക്കുക, പിന്നെ ഹണീബി പഠിക്കുക, റാറ്റ് പഠിക്കുക, അഥവാ മൗസ് പഠിക്കുക, അതുപോലെ തന്നെ ക്രോ കാക്കയുടെ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആക്ടിവിറ്റി ബുക്കിൽ ചെയ്തിട്ടുണ്ട് അല്ലെ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി. ഓക്കെ മക്കളെ. അപ്പൊ ആനിമലും അതുപോലെ തന്നെ അവരുടെ ഷെൽട്ടറും പഠിക്കുക. ഈ കെന്നൽ മക്കൾ എന്തായാലും സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. കെന്നൽ, നെസ്റ്റ്, ട്രീ എന്നുള്ളതൊക്കെ മക്കള് സ്പെല്ലിംഗ് പഠിക്കുക. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദി ഫോളോയിങ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ അവിടെ മക്കൾക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നോ ആനിമൽസിനെയും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സ്, അഥവാ ആനിമൽസിനെയും അതുപോലെ തന്നെ അവരുടെ ഷെൽട്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ അതായിരിക്കും നമുക്ക് മാച്ച് ദി ഫോളോയിങ് എന്നുള്ള രീതിയിൽ വരിക കേട്ടോ. അതായത് നമുക്ക് ഒരു സൈഡിൽ ചിലപ്പം ആനിമൽസിന്റെ പേര് അല്ലെങ്കിൽ അവയുടെ പിക്ചേഴ്സ് തരും. എന്നിട്ട് തൊട്ടടുത്ത് ഒന്നെങ്കിൽ അവരുടെ ഷെൽട്ടറിന്റെ ചിത്രങ്ങൾ അല്ലെ. നമ്മൾ പറഞ്ഞു മങ്കി ട്രീയിലാണ്, അതുപോലെ തന്നെ മൗസ് ഹാളിലാണ് താമസിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവയുടെ പിക്ചേഴ്സോ അല്ലെങ്കിൽ അവയുടെ പേരോ തന്നിട്ട് ആനിമൽസിന് അവയുടെ ഷെൽട്ടർ ഏതാന്ന് കണ്ടെത്തി അതിലേക്ക് മാച്ച് ചെയ്യാനായിട്ട് പറയും. ചിലപ്പോൾ ആനിമൽസിനെയും അവരുടെ സൗണ്ട്സും തന്നിട്ട് അത് തമ്മിൽ മാച്ച് ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് വെക്കുക കേട്ടോ. മാച്ച് ദി ഫോളോ എന്നുള്ള രീതിയിൽ വരും. പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. അത് നമുക്ക് തൊട്ട് മുന്നത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മിയാവ് എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ പപ്പി ഓരോരുത്തരടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെ, ക്യാൻ യു സേ മിയാവ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സെന്റൻസ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ മക്കള് ആ ഒരു സെന്റൻസ് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് മിയാവ് എന്ന് പറയാൻ കഴിയോ എന്ന് ചോദിക്കാൻ നമ്മൾ ഏത് സെന്റൻസ് യൂസ് ചെയ്യും? ക്യാൻ യു സേ മിയാവ് എന്നതാണ് അല്ലെ. ക്യാൻ യു സേ മിയാവ്. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് തന്നെ മക്കളങ്ങ് പഠിച്ചിരിക്കുക കേട്ടോ. ക്യാൻ യു സേ മ്യാവ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത്തരത്തിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരും കേട്ടോ. അത് നമുക്ക് മിക്കപ്പോഴും ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ പപ്പി ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലെ, നിങ്ങളാണോ, നിങ്ങൾക്ക് മ്യാവ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ആ ഒരു കോൺവെർസേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം മക്കളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ഇന്ന്, ഓണ്, അണ്ടർ, അപ്പ്, ഡൗൺ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ. ഓക്കെ. അപ്പം ഓൺ എന്ന് പറയുന്നത് എന്തിനാണ് മക്കളെ? നമ്മളിപ്പോ എന്ത് ചെയ്യാണ്? ഒരു ടേബിളിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്? ഒരു ബോൾ വെക്കാണ്. അപ്പൊ നമ്മൾ ഏത് ഉപയോഗിക്കും? ഇന്ന് ഉപയോഗിക്കണോ, ഓൺ ഉപയോഗിക്കണോ, അണ്ടർ ഉപയോഗിക്കണോ, ഏത് ഉപയോഗിക്കും മക്കളെ? ഏതാണ്? എ ബോൾ ഓൺ ദി ടേബിൾ എന്നാണ് പറയാ അല്ലെ. അതായത് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ മുകളിൽ ഉള്ളതിനെയാണ് എന്തെന്ന് പറയാം? ഓൺ എന്ന് പറഞ്ഞു. എ ബോൾ ഓൺ ദി ടേബിൾ എന്ന് പറയാം. ഇനി എന്ത് ചെയ്യാണ്? ഇതൊരു ടേബിൾ ആണ്. ബോൾ എന്ത് ചെയ്യാണ്? അല്ലെ ഇതൊരു ടേബിൾ ആണ്. ഇതെന്താണ്? ഒരു പേനയാണ് അല്ലെ. അപ്പൊ ഈ ടേബിളിന്റെ താഴെ, അതായത് അടിയിലാണ് എന്തുള്ളത്? പേനയുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ പെൻ അണ്ടർ ദി ടേബിൾ, അല്ലെങ്കിൽ എ പെൻ അണ്ടർ ദി ടേബിൾ എന്ന് പറയാം അല്ലെ. പെൻ എവിടെയാണ്? ടേബിളിന്റെ അടിയിലാണ്. അടിയിൽ എന്ന് ഉപയോഗിക്കാൻ നമ്മൾ ഏത് ഉപയോഗിക്കും? അണ്ടർ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ഓൺ നമ്മൾ പഠിച്ചു. ഒന്നിന്റെ മുകളിലാണെങ്കിൽ ഓൺ എന്ന് പറഞ്ഞു. ഇനി അടിയിലാണെങ്കിൽ എന്ത് നമ്മൾ ഉപയോഗിക്കും? അണ്ടർ ഉപയോഗിക്കും അല്ലെ. ഓക്കെ മക്കളെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മിസ് ഈ പേൻ എന്ത് ചെയ്തു? ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ബോക്സിന്റെ ഉള്ളിൽ എന്തിനെങ്കിലും ഉള്ളിൽ എന്ത് ചെയ്യണം? മിസ് ഈ പേന ഇട്ട് വെച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം? പെൻ എവിടെയാണ്? ഒരു ബോക്സിന്റെ ഉള്ളിലാണ്. നമുക്ക് ഇങ്ങനെ പറയാം പെൻ ഇൻ ദി ബോക്സ് അല്ലേ. അല്ലെങ്കിൽ ദ പെൻ ഇൻ ദി ബോക്സ് എന്ന് നമുക്കറിയാം അല്ലെ. പെൻ ഇൻ ദി ബോക്സ് എന്ന് നമുക്ക് പറയാം. പെൻ എവിടെയാണ്? ബോക്സിന്റെ ഉള്ളിലാണുള്ളത്. ഇനി ഒരു ബോക്സ് വെക്കാണ്. ആ ബോക്സ് അല്ലെങ്കിൽ ഒരു പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു കുട്ടയോ അങ്ങനെ എന്തെങ്കിലും വെക്കാണ്, അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ്, അതിനുള്ളിലേക്ക് മിസ് എന്ത് ചെയ്യാണ്? കുറെ ആപ്പിൾസ് ഇടാണ്, അല്ലെങ്കിൽ ഒരു ആപ്പിൾ വെക്കാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആ ആപ്പിള് ബാസ്ക്കറ്റിന്റെ ഉള്ളിലാണ് എന്ന് പറയണല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആൻ ആപ്പിൾ
ഇൻ ദി ബാസ്കറ്റ് എന്ന് പറയാം അല്ലെ. അവിടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഒരു സാധനത്തിന്റെ ഉള്ളിൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പും അതുപോലെ തന്നെ ഡൗൺ ആണ്. അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മുകളിലേക്ക് പോകുന്നതിനാണ് അപ്പ് എന്ന് പറയാം അല്ലെ. ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക് വരുന്നതിനാണ് ഡൗൺ എന്ന് പറയാം അല്ലെ. അപ്പൊ അപ്പും ഡൗണും മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ വേർഡ്സിന്റെ ഒക്കെ മീനിങ് മനസ്സിലാക്കിയാലേ മക്കൾക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സെന്റൻസുകൾ തന്നിട്ട് അവിടെ ഫില്ല് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പം ഇന്ന് പഠിക്കണം, ഓണ് പഠിക്കുക, അണ്ടർ പഠിക്കുക, അപ്പ് പഠിക്കുക, അതുപോലെ തന്നെ ഡൗൺ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റിഡിൽ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്ലൂസ് തരും. ക്ലൂസ് തന്നിട്ട് ഏതാണ് ആ ആനിമൽ അല്ലെങ്കിൽ ഏതാണ് ആ ബേർഡ്, എന്തിനെ കുറിച്ചാണ് ആ ക്ലൂല് പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ പേര് എഴുതുക. നമ്മൾ കടങ്കഥ എന്നൊക്കെ കേട്ടില്ലേ, ആ ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ റിഡിലെ മക്കൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആൻസേഴ്സ് തരും. ഇവിടെ ഡോഗ്, അതുപോലെ തന്നെ പാരറ്റ്, എലഫന്റ്, ഡെക്ക്, ക്രോ, മൗസ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവരെ കുറിച്ചിട്ട് എന്ത് ചെയ്യും? ക്ലൂ ഒക്കെ തരും. അപ്പൊ നമ്മൾ മൗസിനെ കുറിച്ചിട്ടാണെന്ന് പറയാം. നിങ്ങൾക്ക് തരുന്ന ക്ലൂ ഇങ്ങനെയായിരിക്കും: ഐ ആം എ ആനിമൽ അല്ലെ. ഞാൻ എന്താണ്? ഒരു ആനിമൽ ആണ്. ഞാൻ എവിടെയാണ്? ഹാളിലാണ് അല്ലെ. ഒരു ഹാൾ അല്ലെങ്കിൽ മാളത്തിനുള്ളിലാണ് താമസിക്കുക എന്നുള്ള രീതിയിൽ ഒരു ക്ലൂ തരികയാണെങ്കിൽ ആരാണ് മക്കളെ ആനിമൽ എന്ന് പറയുന്നത്? യെസ്, മൗസ് ആണ് അല്ലെ. ഇനിയിപ്പോ എലിഫന്റിനെ കുറിച്ചാണ്. അപ്പൊ എന്ത് പറയാം? ഞാനൊരു വലിയ എലിഫന്റ് ആണ്. ഐ എം എ ബിഗ് എലിഫന്റ്, സോറി ഐ എം എ ബിഗ് ആനിമൽ എന്ന് പറയാം. പിന്നെ എന്റെ കളർ എന്താണ്? ബ്ലാക്ക് ആണ് അല്ലെ. ഞാൻ എന്താണ്? ബ്ലാക്ക് കളറിലാണ് എന്ന് പറഞ്ഞാൽ ആരാണത്? എലിഫന്റ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ അതിന് നേരെ മക്കൾ എന്ത് ആൻസർ എഴുതണം? എലിഫന്റ് എന്നുള്ളത് ആൻസർ എഴുതണം. പിന്നെ അതുപോലെ പറയാണ് ഞാനൊരു ബേർഡ് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ സ്വിം എന്ന്, അതായത് എനിക്ക് നീന്താനായിട്ട് കഴിയുമെന്ന് പറയണം. ഏതാണ് ആ ബേർഡ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ഡക്ക് ആണ് അല്ലെ. പിന്നെ നമ്മളോട് പറയാം ഐ ആം എ ബേർഡ്, ഐ ആം ബ്ലാക്ക് ഇൻ കളർ എന്ന് പറയാം അല്ലെ. ഞാനൊരു പക്ഷിയാണ്, എന്റെ കളർ എന്താണ്? ബ്ലാക്ക് ആണ്. അതാരാണ് മക്കളെ? ക്രോ ആണ് അല്ലെ. കാക്ക, അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറയണം? ഐ ആം എ ബേർഡ്, ഐ ആം ഗ്രീൻ ഇൻ കളർ എന്ന് പറയാണ് അല്ലെ. ഐ ക്യാൻ ടോക്ക് എന്നൊക്കെ പറയണം. അതാരാണ് മക്കളെ? പാരറ്റ് ആണ് അല്ലെ. പാരറ്റിന്റെ കളർ ഗ്രീൻ ആണ്, അതൊരു ബേർഡ് ആണ്, അത് ടോക്കിൽ അതിന് സംസാരിക്കാനായിട്ട് കഴിയുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ മക്കൾക്ക് അത്തരത്തില് റിഡിൽസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അവിടെ മക്കൾക്ക് അറിയാം ഓരോ ആനിമൽസിനെയും അതുപോലെ തന്നെ അവയുടെ കളേഴ്സും അവയുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാല് മക്കൾക്ക് ആ ഒരു റിഡിലൊക്കെ വന്നാൽ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ അവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ബോക്സിൽ മക്കൾക്ക് ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കണം മക്കളെ? അവയുടെ സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ മക്കള് നിങ്ങളുടെ നാളത്തെ ഇംഗ്ലീഷ് എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സ് ഇവിടെ മിസ് തന്നിട്ടുണ്ട്. മിസ് ഒന്ന് വായിച്ചു നോക്കാം. മക്കളൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചു വെക്കോ മറ്റോ ചെയ്തിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷം പഠിക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ. ഒന്ന് മൗസ്. മൗസ് എന്ന് പറഞ്ഞാൽ എലിയാണ് അല്ലെ. മൗസ്, ഡോഗ്, പപ്പി, കാറ്റ്, ഈഗിൾ, പാരറ്റ്, ക്രോ, റൂസ്റ്റർ, ഫ്രോഗ്, എലിഫന്റ്, റാബിറ്റ്, ഹണി ബീ, റെയിൻ, റെയിൻബോ, മങ്കി. ഇത്രയും വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മിസ് തന്നിട്ട് അതിന്റെയൊക്കെ മീനിങ് മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് എന്തിനാ എന്നുള്ളത് മിസ് വഴിയെ പറയാം. ഒന്ന് നോക്കിക്കേ. ഡാൻസിങ്, സിംഗിങ്. ഡാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നൃത്തം ചെയ്യുന്നതിനെയാണ് അല്ലെ. പിന്നെ സിംഗിങ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറക്കുക, ജമ്പിങ് എന്ന് പറഞ്ഞാൽ ചാടുക, കിക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളൊക്കെ തട്ടുന്നതിനെയാണ് കിക്കിംഗ് എന്ന് പറയാം അല്ലെ. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടുക, അതുപോലെ തന്നെ ക്രൈയിങ് എന്ന് പറഞ്ഞാൽ കരയുക അല്ലെ. ഇത് നമുക്ക് ചിലപ്പം ആഡ്മോർ ലൈൻ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആഡ്മോർ ലൈൻ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഭാഗം. അപ്പൊ ആ ഒരു വീഡിയോ കണ്ട കൂട്ടുകാർക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമ്മുടെ പാരറ്റും എലിഫന്റും പിന്നെ മിസ്സിന് തോന്നുന്നു ഡക്ക് ആണെന്ന് തോന്നുന്നു. അവർ 3 പേരും എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. ആദ്യം പാരറ്റ് പറയാണ് ഹായ് ഫ്രണ്ട്സ് കം വിത്ത് മീ, എന്റെ കൂടെ വാ, നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റസ് ഡാൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഡാൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എലിഫന്റ് പറയുന്നതായിരുന്നു മക്കളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെയിം തന്നെ അവിടെ എഴുതിയിട്ടുള്ള 2 വരികൾ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാല്ലേ. ഹായ് ഫ്രണ്ട്സ് ലെറ്റസ് കം വിത്ത് മീ, ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ അവിടെ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ മക്കൾക്ക് എന്ത് ചെയ്താം? ലെറ്റസ് പ്ലേ എന്ന് എഴുതാം. ലെറ്റസ് പ്ലേ എന്ന് എഴുതാം. നേരത്തെ നമ്മൾ ലെറ്റസ് ഡാൻസ് എന്നായിരുന്നു പറഞ്ഞത്, ലെറ്റസ് പ്ലേ എന്ന് എഴുതാം. പ്ലേ മിസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുന്നതാണല്ലോ. അപ്പൊ അത് ഓർത്തിരിക്കുക, പ്ലേയിങ് കേട്ടോ. ഈ വേർഡ്സിന്റെ ഒക്കെ മീനിങ് മക്കൾക്ക് അറിയെങ്കിൽ അത്തരത്തിൽ ആഡ്മോർ ലൈൻസ് വരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തി പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഈ വേർഡ്സ് പഠിക്കുക. ഈ വേർഡ്സിന്റെ മീനിങ് ഒക്കെ മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കലോ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ മറക്കാതെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മിടുക്കന്മാരായ കുട്ടികളും വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മക്കളുടെ പേര്
നമ്മുടെ കമന്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വെറും 89 രൂപയ്ക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാരുടെയും ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.